പ്രിയപ്പെട്ട അധ്യാപകരെ, ഞാൻ വന്നിട്ടുള്ളത് വീണ്ടും സൈക്കോളജിയിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിട്ടാണ്. ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ആ ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കേഡറ്റ് പരീക്ഷകളിലെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യനുകൾ വന്നു കണ്ടിട്ടുള്ള ഒരു ചാപ്റ്ററുമായിട്ടാണ്. അതാണ് ശിശുവികാസം. ശിശുവികാസത്തിൽ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് പഠിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, എന്താണ് വളർച്ച, എന്താണ് വികാസം. അപ്പോൾ വളർച്ച എന്താണ്, വികാസം എന്താണ് എന്നൊക്കെ നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് തന്നെ പഠിക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. ആദ്യമായിട്ട് വളർച്ച എന്താണ് എന്നാണ് ഞാൻ പറയുന്നത്. അതിനുശേഷം നമുക്ക് വികാസത്തിന്റെ പ്രത്യേകതകൾ പറയാം. വളർച്ച എന്ന് പറയുന്നത് ശാരീരികമായിട്ടുള്ള മാറ്റമാണ്. വളർച്ച എന്നത് ശാരീരികമായിട്ടുള്ള മാറ്റമാണ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഘടനാപരമായിട്ടുള്ള മാറ്റമാണ്. അതായത് വളർച്ച എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ശരീരത്തിന് ഉണ്ടാകുന്ന മാറ്റമാണ്. ഒരു കുട്ടി ഇങ്ങനെ വലുതായി വരികയാണ്. ശാരീരികമായിട്ട് നമുക്ക് അത് കാണാൻ പറ്റും അല്ലെ. വളർച്ച ഇങ്ങനെ വളർന്നു വരുന്നത് ശാരീരികമായിട്ടുള്ള മാറ്റമാണ്. അതുപോലെ തന്നെ ഘടനാപരമായിട്ടുള്ള മാറ്റമാണ്. അതുപോലെ തന്നെ വികാസം എന്ന് പറയുന്നത് സമഗ്രമായിട്ടുള്ള മാറ്റമാണ്. വളർച്ച എന്ന് പറയുന്നത് ശാരീരികമായിട്ടുള്ള മാറ്റമാണെങ്കിൽ വികാസം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ സമഗ്രമായ മാറ്റമാണ്. ഒന്നും കൂടെ വിശദീകരിച്ച് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒന്നും കൂടി എളുപ്പമായിട്ട് നമ്മൾ പറഞ്ഞാൽ മനസ്സിലാവുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ, വികാസം എന്ന് പറയുന്നത് ബുദ്ധിയിലുള്ള വികാസം, അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ടുള്ള വികാസമാണ്. ഒരു വ്യക്തിയുടെ സമഗ്രമായിട്ടുള്ള മാറ്റമാണ് വികാസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വളർച്ച, ഞാൻ നേരത്തെ പറഞ്ഞു, വളർച്ച ശാരീരികമാണ്. നമുക്ക് വളർച്ച, നമ്മുടെ ശരീരം വളരുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഘടനാപരമായിട്ടുള്ള ശരീരത്തിന്റെ മാറ്റങ്ങളാണ് വളർച്ച എന്ന് പറയുന്നത്, ശാരീരികമാണ്. ഇനി രണ്ടാമത്തത് എന്ന് പറയുന്നത്, വളർച്ച എന്ന് പറയുന്നത് അനുസ്യൂത പ്രക്രിയയല്ല. വളർച്ച എന്നത് ഒരു അനുസ്യൂത പ്രക്രിയയല്ല. അനുസ്യൂത പ്രക്രിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു പ്രക്രിയയല്ല. വളർച്ച എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു പ്രക്രിയയല്ല. അത് പരിപക്വനത്തോടു കൂടി അവസാനിക്കും. അതായത് ജനനം മുതൽ ഇങ്ങനെ നമ്മൾ എപ്പോഴും വളർന്നുകൊണ്ടിരിക്കില്ല അല്ലെ. ഒരു പ്രായം കഴിയുമ്പോൾ നമ്മളുടെ വളർച്ച എന്ത് ചെയ്യും, അവസാനിക്കും. നമ്മൾ മെച്യൂർ ആകുമ്പോൾ എന്ത് ചെയ്യും, നമ്മളൊരു പ്രായമാവുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, വളരുള്ളൂ. ശരീരം പിന്നെ വളരില്ലല്ലോ. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. വളർച്ച എന്ന് പറയുന്നത് എന്താണ്, അനുസ്യൂതമായിട്ടുള്ള, അതായത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ് അല്ല. അതൊരു പരിപക്വനത്തോടു കൂടി, ഒരു മെച്യൂരിറ്റിയോട് കൂടിയൊക്കെ അവസാനിക്കുന്ന ഒരു പ്രോസസ്സ്. വളർച്ച എന്നാൽ സഞ്ചിത സ്വഭാവത്തോട് കൂടിയുള്ളതാണ്. സഞ്ചിത സ്വഭാവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളർച്ച എന്ന് പറയുന്നത് എന്താണ്, അക്യുമുലേറ്റഡ് ആണ്. വളർച്ച എന്ന് പറയുന്നത് അക്യുമുലേറ്റഡ് ആണ്, അഥവാ സഞ്ചിത സ്വഭാവത്തോട് കൂടിയുള്ളതാണ്. സഞ്ചിത സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്, കൂടിച്ചേർന്നുണ്ടാവുക. അതായത് ഒന്നിന് പിറകെ ഒന്നായിട്ട് ഇങ്ങനെ ഉണ്ടാവുന്ന ഒരു പ്രോസസ്സാണ് അല്ലെ. ഒന്നിന് പിറകെ ഒന്നായിട്ടാണ് വരിക. നമുക്കറിയാം, ഒരു കുട്ടി ഇപ്പോ പെട്ടെന്ന് ശിശുവായിട്ടിരിക്കുന്ന ഒരു കുട്ടി പെട്ടെന്ന് തന്നെ കൗമാരത്തിലേക്ക് മാറില്ലല്ലോ അല്ലെ. ഒന്നിന് പിറകെ ഒന്നായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. കൂടിച്ചേർന്ന് ഉണ്ടാകുന്ന ഒരു പ്രക്രിയയാണ്, അഥവാ സഞ്ചിത സ്വഭാവത്തോടു കൂടി ഉള്ളതാണ്. വളർച്ച എന്ന് പറയുന്നത് പാരിമാണികമാണ്. വളർച്ച പാരിമാണികമാണ്. ഇനി അടുത്തത്, പരിമാണികം എന്ന് പറഞ്ഞാൽ എന്താണ്, ക്വാണ്ടിറ്റേറ്റീവ് ആണ്. പരിമാണികമാണ് എന്ന് പറഞ്ഞാൽ അത് ക്വാണ്ടിറ്റേറ്റീവ് ആണ്. അതിനൊരു കൃത്യമായിട്ടുള്ള അളവൊക്കെ ഉണ്ടാവും. അപ്പൊ വളർച്ച എന്ന് പറയുന്നത് എന്താണ്, സഞ്ചിത സ്വഭാവത്തോട് കൂടിയുള്ളതാണ്. അതുപോലെ തന്നെ വളർച്ച എന്ന് പറയുന്നത് എന്താണ്, പാരിമാണികവുമാണ്. ഇനി അടുത്തത്, വളർച്ച എന്ന് പറയുന്നത് അളക്കാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, വളർച്ച എന്ന് പറയുന്നത് നമുക്ക് അളക്കാം. എത്രത്തോളം നമ്മൾ വളർന്നു അല്ലെ, നമ്മൾ വളർച്ചയുടെ തോത് എത്രയാണെന്നൊക്കെ നമുക്ക് കണ്ട് നിരീക്ഷിക്കാൻ പറ്റുന്ന സംഭവമാണ് അല്ലെ. വളർച്ച നിരീക്ഷിക്കാൻ പറ്റും, വളർച്ച അളക്കാൻ പറ്റും. വളർച്ച എന്ന് പറയുന്നത് എന്താണ്, സഞ്ചിത സ്വഭാവത്തോട് കൂടിയുള്ളതാണ്. ഇനി അടുത്തത്, വളർച്ച എന്ന് പറയുന്നത് പരിപക്വനത്തെയും പഠനത്തെയും ആശ്രയിക്കുന്നില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. വളർച്ച എന്ന് പറയുന്നത് പരിപക്വനത്തെയും പഠനത്തെയും ആശ്രയിക്കുന്നില്ല. അതായത് ഒരു കുട്ടി എന്ത് ചെയ്യാൻ പഠിച്ചിട്ടില്ലെങ്കിലും, അല്ലെങ്കിൽ ആ കുട്ടിക്ക് മെച്യൂരിറ്റി വന്നിട്ടില്ലെങ്കിലും ഒക്കെ ആ കുട്ടി എന്ത് ചെയ്യും, വളരും അല്ലെ. അപ്പൊ വളർച്ച എന്ന് പറയുന്നത് പഠനത്തെയും
പരിവർത്തനത്തെയും ആശ്രയിക്കുന്നില്ല. ഒരു കുട്ടിക്ക് മെച്യൂരിറ്റി ഇല്ലെങ്കിലും ആ കുട്ടി പഠിച്ചിട്ടില്ലെങ്കിലും ആ കുട്ടി എന്ത് ചെയ്യും? വളരും. ഓക്കെ, ഇനി അടുത്തതാണ് വളർച്ച വികാസത്തിന് കാരണമാകുന്നു. വളർച്ച എന്ന് പറയുന്നത് വികാസത്തിന് കാരണമാകും. വളർച്ച വികാസത്തിന് കാരണമാകും. അപ്പൊ ഇത്രയാണ് നമ്മൾ വളർച്ചയെ കുറിച്ച് പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ ഒന്നും കൂടെ പറയാം. വളർച്ച എന്ന് പറയുന്നത് ശാരീരികമായിട്ടുള്ള മാറ്റമാണ്. വളർച്ച എന്ന് പറയുന്നത് ശാരീരികമായിട്ടുള്ള മാറ്റമാണ്. നെക്സ്റ്റ്, ഒരു അനുസ്യൂതമായിട്ടുള്ള ഒരു പ്രക്രിയയല്ല, അതൊരു പരിപക്വനത്തോട് കൂടിയിട്ടൊക്കെ അവസാനിക്കും. അനുസ്യൂത പ്രക്രിയ എന്ന് എന്താ? കണ്ടിന്യൂസ് പ്രോസസ്. അത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യമല്ല അല്ലെ. അല്ലെങ്കിൽ ജീവിതാവസാനം വരെ നമ്മൾ വളർന്നുകൊണ്ടിരിക്കില്ലല്ലോ. അത് നമ്മളൊരു പരിപക്വനൊക്കെ ആവുമ്പോൾ അത് അവസാനിക്കും. ഇനി അടുത്തത് അത് സഞ്ചിത സ്വഭാവത്തോട് കൂടിയിട്ടുള്ളതാണ്. അതായത് ഒന്നിനു പിറകെ ഒന്നായിട്ട് ഇങ്ങനെ വരുന്നതാണ്. ഇനി അടുത്തത് അത് പാരിമാണികമാണ്. അതായത് അത് ക്വാണ്ടിറ്റേറ്റീവ് ആണ്. അത് നമുക്ക് അളക്കാൻ പറ്റും. അതുപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? അത് വളർച്ച എന്ന് പറയുന്നത് എന്താണ്? പ്രകടമായിട്ടുള്ള മാറ്റമാണ്. ഒരു വ്യക്തിയുടെ പ്രകടമായിട്ടുള്ള മാറ്റമാണ് വളർച്ച എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വളർച്ച എന്ന് പറയുന്നത് പരിപക്വനത്തെയും പഠനത്തെയും ആശ്രയിക്കുന്നില്ല. ഒരു കുട്ടിക്ക് മെച്യൂരിറ്റി ഇല്ലെങ്കിലും ആ കുട്ടി പഠിച്ചിട്ടില്ലെങ്കിലും ആ കുട്ടി വളരും. അതാണ് അവിടെ ഉദ്ദേശിച്ചത്. അടുത്തെന്താണ്? വളർച്ച വികാസത്തിന് കാരണമാകും. വളർച്ച എന്ന് പറഞ്ഞാൽ വികാസം എന്ന് പറഞ്ഞാൽ ഡെവലപ്മെന്റ് ആണ്. വളർച്ച എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് ആണ്. നമുക്കിവിടെ പറയാം, വളർച്ച എന്ന് പറഞ്ഞാല് ഗ്രോത്ത് ആണ്, വികാസം എന്ന് പറഞ്ഞാൽ ഡെവലപ്മെന്റ് ആണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തത് നമുക്ക് എന്താണ് വികാസം എന്ന് നോക്കാം. ഇനി നമ്മൾ പറയുന്നത് എന്താണ് വികാസം എന്നാണ്. നമ്മളിപ്പോ വളർച്ച എന്താണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ അടുത്തതായിട്ട് പറയുന്നത് എന്താണ് വികാസം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വികാസം എന്ന് പറയുന്നത് സമഗ്രമായിട്ടുള്ള മാറ്റമാണ്. ഒരു വ്യക്തിയുടെ സമഗ്രമായിട്ടുള്ള മാറ്റമാണ് വികാസം. വളർച്ച നമ്മൾ പറഞ്ഞത് ശാരീരികമാണെങ്കിൽ വികാസം എന്ന് പറയുന്നത് എന്താണ്? ഒരു വ്യക്തിയുടെ സമഗ്രമായിട്ടുള്ള മാറ്റമാണ്. അതായത് എല്ലാ മേഖലയിലുമുള്ള വികാസമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്തത് വികാസം എന്ന് പറയുന്നത് ഗുണാത്മകമാണ്. വികാസം ഗുണാത്മകമാണ്. വികാസം എന്ന് പറയുന്നത് ജനനം മുതൽ മരണം വരെ നടക്കുന്ന ഒരു പ്രക്രിയയാണ്. വികാസം എന്ന് പറയുന്നത് ജനനം മുതൽ മരണം വരെ ഒരു വ്യക്തിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. അതായത് നമ്മൾ ജനിച്ച് നമ്മുടെ മരണം വരെ നമ്മൾ എന്ത് ചെയ്യും? എല്ലാ കാര്യത്തിലും എന്ത് ചെയ്യും? വികസിച്ചുകൊണ്ടിരിക്കും. അതായത് നമ്മുടെ വൈജ്ഞാനിക മേഖലയിൽ നമുക്ക് വികാസം ഉണ്ടാവും. നമ്മളുടെ സാമൂഹിക മേഖലയിൽ നമ്മൾ വികസിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ വൈകാരിക മേഖലയിൽ നമ്മൾ വികസിച്ചുകൊണ്ടിരിക്കും അല്ലെ. അങ്ങനെ സാൻമാർഗിക മേഖലകളിൽ നമ്മൾ വികസിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു വ്യക്തിയുടെ എല്ലാ രീതിയിലുമുള്ള ഒരു മാറ്റത്തെ, വികാസത്തെയാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അതൊരു വ്യക്തിയുടെ സമഗ്രമായിട്ടുള്ള മാറ്റമാണ്. അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞ അതേ പോയിന്റാണ്. വികാസം എന്ന് പറഞ്ഞാൽ സാമൂഹിക, വൈജ്ഞാനിക, വൈകാരിക, സാൻമാർഗിക ഘടകങ്ങൾ ഉൾപ്പെടുന്നു. വികാസത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, നമുക്ക് സാമൂഹികമായിട്ട് എന്തുണ്ടാവും? വികാസം ഉണ്ടാവും. വൈകാരികമായിട്ട് നമ്മൾ വികസിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ വൈകാരിക മേഖലയിൽ നമ്മൾ വികസിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ നമ്മളുടെ സാമൂഹിക മേഖലകളിൽ, സാൻമാർഗിക മേഖലകളിലൊക്കെ നമുക്ക് വികാസം ഉണ്ടാവും. അടുത്തത് വികാസം എന്ന് പറയുന്നത് വ്യക്തിയെ അനുക്രമമായി പരിപക്വനത്തിലേക്ക് നയിക്കുന്ന ഒരു പുരോഗമനാത്മകമായിട്ടുള്ള പ്രക്രിയയാണ്. ഒരു വ്യക്തിയെ അനുക്രമമായിക്കൊണ്ട് പരിപക്വനം എന്ന് പറഞ്ഞാൽ മെച്യൂരിറ്റിയിലേക്ക് നയിക്കുന്ന ഒരു പുരോഗമനാത്മകമായിട്ടുള്ള പ്രോസസ്സാണ് വികാസം. ഇനി അടുത്തത് വികാസം എന്ന് പറയുന്നത് വളർച്ചയില്ലാതെ തന്നെ സംഭവിക്കും. വികാസം എന്ന് പറയുന്നത് വളർച്ചയെ ആശ്രയിക്കുന്നില്ല. ഒരാള് വളർന്നിട്ടില്ലെങ്കിലും അയാൾ എന്ത് ചെയ്യും? വികസിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ടോപ്പിക്. വളരെ നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് കമന്റുകളിൽ അറിയിക്കാം. അപ്പൊ അതിനനുസരിച്ച് ഞാൻ എന്ത് ചെയ്യും? മറുപടി തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്താ പറയാ, ഈ ഒരു ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കേട്ട പരീക്ഷയിൽ എന്തായാലും ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരാം. ഇതിൽ നിന്നൊന്നല്ല, ഈ ശിശുവികാസം എന്ന് പറഞ്ഞ പാഠഭാഗത്തിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എല്ലാവരും ഇത് മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ എല്ലാ അധ്യാപകർക്കും വിജയാശംസകൾ. മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.